all, welcome to once. അപ്പോൾ നമുക്ക് സർവേ ആൻഡ് ജിയോമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 2 ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു റിവറോ ബ്രിഡ്ജോ റിവർ കാച്ച്മെന്റ് ഏരിയ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവർ കാച്ച്മെന്റ് ഏരിയ വേണം. അതുപോലെ നമുക്ക് റോഡോ റെയിൽവേയോ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യേണ്ട ഏരിയ വേണം. അപ്പോൾ ഇതിനെല്ലാം സർവേയിങ്ങിൽ ഏരിയ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പല മെത്തേഡ് ഉപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. വൺ ഓഫ് ദ മെത്തേഡ് ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ ബൈ ടേക്കിംഗ് ദ ഓഫ്സെറ്റ്സ് എടുത്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ട്രപ്പീസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് റൂൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നമ്മൾ പറയാൻ പോകുന്നത് ട്രപ്പീസോയിഡൽ റൂളിനെയും സിംപ്സൺസ് റൂളിനെയും പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രപ്പീസോയിഡൽ റൂൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ട്രപ്പീസോയിഡൽ റൂളിൽ നമ്മൾ ഒരു ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ട്രപ്പീസോയിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് അസംഷൻ. ഇതിൽ മിഡ് ഓറിയന്റേഷൻ റൂളും ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് ഓർഡിനേറ്റ് റൂൾ, മിഡ് ഓർഡിനേറ്റ് റൂളും ആവറേജ് ഓർഡിനേറ്റ് റൂളും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റൂൾസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡിനെ അപേക്ഷിച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ റൂൾ ആണ്. അപ്പോൾ ആസ് എ നെയിം സജസ്റ്റ് നമ്മൾ എന്താണ് ഈ ഓരോ പ്ലോട്ടിനെയും ഡിഫറെന്റ് ട്രപ്പീസോയിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ ഈക്വൽ ഇന്റർവെൽസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് ഡി ബി ദ ഈക്വൽ ഇന്റർവെൽ. ഡി എന്ന് പറയുന്നതാണ് ഈക്വൽ ഇന്റർവെൽ ആൻഡ് ദ ഓർഡിനേറ്റ് ഓഫ്സെറ്റ് ഉള്ള ഓർഡിനേറ്റ്സ് ആണ് O1, O2, O3, O4 ആൻഡ് O5. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് L. അപ്പൊ നമുക്കറിയാം എന്താണ് ഏരിയ ഓഫ് ട്രപ്പീസോയിഡ്. ട്രപ്പീസോയിഡ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രപ്പീസോയിഡിന്റെ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് Δ1 is equal to O1 plus O2 by 2 into the height D. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഏരിയ. ഇനി സെക്കൻഡ് സെക്ഷന്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ O2 plus O3 into D. ഇനി തേർഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ O3 plus O4 by 2 into D. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ വി ടേക്ക് ഫോർ ON ഏരിയ, ലാസ്റ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ON minus 1 plus ON divided by 2 into D. അപ്പൊ നമ്മൾ ഇനി ടോട്ടൽ ഏരിയ കാണുമ്പോൾ ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു, അപ്പോൾ 2ഉം ഡിയും നമുക്ക് കോമൺ ആയതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് ഡി ഔട്ട് സൈഡ്. D by 2 into O plus O1 plus O1 plus O2 plus ON minus 1 plus ON minus 1 plus ON. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് സം ആയിട്ട് എഴുതുമ്പോൾ ഈക്വൽ ടു O0 plus ON plus 2 into സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പൊ ട്രപ്പീസോയിഡൽ റൂളിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് D by 2 into O0 plus ON plus 2 into O1, O2. അപ്പൊ ഫസ്റ്റ് ഓർഡിനേറ്റിനെയും ലാസ്റ്റ് ഓർഡിനേറ്ററും റിപ്പീറ്റേഷൻ വരുന്നില്ല, പക്ഷെ ബാക്കി എല്ലാം ഏരിയ എടുക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 പുറത്തെടുത്ത് അത് എഴുതിയിരിക്കുന്നത്. ഇത് ഓഫ്സെറ്റിന്റെ ഇതിലേക്ക് വരുമ്പോൾ D by 2 into H0 plus HN plus 2 into H1 plus H2 plus HN minus 1. ഇങ്ങനെയാണ് ട്രപ്പീസോയിഡൽ റൂളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ബൈ ട്രപ്പീസോയിഡൽ റൂൾ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A series of offset were taken from a chain line to a boundary interval of 15 meter. അപ്പൊ നമുക്ക് D എന്ന് പറയുന്നത് ഇവിടെ 15 മീറ്റർ ആണ്. ആൻഡ് ഇൻ ദ ഫോളോയിങ് ഓർഡറിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിനെ H0, H1, H2 അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതണം. സോ ദിസ് ഈസ് H0, H1, H2, H3, H4, H5, H6 and H7. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു D by 2, അതായത് 15 by 2 into H0 plus H7 plus 2 into H1 plus H2 plus H3 plus
6 ഉണ്ട്. ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 15/2 ഇൻറ്റു പ്ലസ് 4.85 പ്ലസ് 2 ഇൻറ്റു h1 വരുന്നത് എത്രയാണ്? 1.65 പ്ലസ് 3.5 പ്ലസ് 2.7 പ്ലസ് 3.95. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ കിട്ടും 337.125 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ട്രപ്പീസോയിഡിന്റെ ഏരിയയുടെ ഇക്വേഷൻ ആണിത്. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റൂളാണ് സിംപ്സൺസ് റൂൾ. അപ്പോൾ സിംപ്സൺസ് റൂളിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ ഓഡ് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് വരുമ്പോഴാണ് സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംപ്സൺസ് റൂള് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഓഡ് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സേ പാടുള്ളൂ. ഓഡ് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ്. ഇൻ കേസ് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ഏത് അവസാനത്തെ ഓഡ് നമ്പർ വരെ ഓർഡിനേറ്റ് നമ്മൾ സിംപ്സൺസ് റൂൾ ചെയ്യും. ബാക്കി 2 ഇന്റർവെൽസിന് നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിച്ച് ഫൈനലി അതിന്റെ സം എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സിംപ്സൺസ് റൂളിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 ഓർഡിനേറ്റിന്റെ ഷോർട്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരബോള ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. This rule assumes that the short length of boundary between the ordinates are parabolic arc. ഇതൊരു പാരബോളിക് ആർക്ക് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനെ ഒരു സെഗ്മെന്റ് ആയിട്ടും ഒരു ട്രപ്പീസോയിഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ട്രപ്പീസോയിഡിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഒപ്പം ഈ സെഗ്മെന്റിന്റെ ഏരിയ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ട്രപ്പീസോയിഡിന്റെ ഏരിയയോടൊപ്പം ഏരിയ ഓഫ് ദ സെഗ്മെന്റ് അല്ലെങ്കിൽ പാരബോള. ഈ ഏരിയ ഓഫ് ദ പാരബോളയുടെ ഏരിയ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മളുടെ ട്രപ്പീസോയിഡ് എന്ന് പറയുന്നത് ACDF ആണ്. അപ്പൊ ഫസ്റ്റ് ഏരിയ ഓഫ് ട്രപ്പീസോയിഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് O1 പ്ലസ് O3/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? D പ്ലസ് D, 2D. അപ്പോ 2D അതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് ഈ ഒരു സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ദിസ് പാരലോഗ്രം. ഈ പാരലോഗ്രത്തിന്റെ 2/3 ഏരിയ ആണ് ഈ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് ഈ പാരലോഗ്രത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ആണ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2D ആണ്. അപ്പൊ ഇൻറ്റു 2D. അപ്പൊ ഈ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ ഈ പാരലോഗ്രം എടുക്കും, ഈ ട്രപ്പീസോയിഡ് എടുക്കുമ്പോൾ ദിസ് ഇസ് O1, O3, ദിസ് ഇസ് ഇതാണ് O2. അപ്പൊ ഇതിനെ നമുക്ക് O ഡാഷ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ O ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ O1 പ്ലസ് O3/2 ആണ്. അപ്പോ ഈ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ നിന്നും ഈ EB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ O ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് മൈനസ് ചെയ്യുന്നതാണ്. അപ്പോ OEE is equal to 2/3 ഇൻറ്റു O2 മൈനസ് O ഡാഷ്. O ഡാഷ് എത്രയാണ്? O1 പ്ലസ് O3/2 ഇൻറ്റു 2D. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ്. സോ ഏരിയ ഓഫ് ട്രപ്പീസോയിഡ് പ്ലസ്, അപ്പൊ ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസോയിഡ് എന്തായിരുന്നു? പ്ലസ് O3/2 ഇൻറ്റു 2D പ്ലസ് 2/3 ഓഫ് O2 മൈനസ് O1 പ്ലസ് O3/2 ഇൻറ്റു 2D. ഇതാണ്. അപ്പൊ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൻ ഏരിയ ഓഫ് 1-2 സെക്ഷന്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് 1-2 സെക്ഷന്റെ ഏരിയ ആണ്. അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
d/3 into O0 plus 4O1 plus O2. ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷന്റെ കിട്ടുന്നത്. ഇനി നമ്മൾ ഏരിയ ഓഫ് 3-4 എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ എടുത്താൽ നമുക്ക് കിട്ടുന്നത് d/3 into O2 plus 4O3 plus O4 ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഡെൽറ്റ n-1 n എടുക്കുകയാണെങ്കിൽ d/3 n-2 plus 4 into n-1 plus ON ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷൻസിനെ എല്ലാം ആഡ് ചെയ്താൽ ഫൈനലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നത് ഏരിയ ബൈ സിംപ്സൺസ് റൂൾ ഇസ് ഈക്വൽ ടു d/3 plus O0 plus ON plus 4 into O1 O3 O5 plus ON minus 1 plus 2 into O2 O4 plus ON minus 2. അപ്പോൾ 4 into odd numbers and 2 into even numbers. ഇങ്ങനെയാണ് നമ്മുടെ സിംപ്സൺസ് റൂളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സിംപ്സൺസ് റൂൾ. ഇനി ഓർഡിനേറ്റ് ഓഫ്സെറ്റിന്റെ ഇതൊന്നും വരുമ്പോൾ കണ്ടോ d/3 d/2 അല്ല d/3 ആണ്. d/3 into h0 plus hn plus 4 into ഇവിടെ ഓഡ് ഓർഡിനേറ്റ്സ് ഈവൻ. അപ്പൊ ഇതാണ് സിംപ്സൺസ് റൂൾ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ എന്തായാലും ഇത് നോക്കിയിരിക്കണം. അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Following perpendicular offsets were taken from a chain line, a curved boundary line at an interval of 10 meter. നമുക്ക് d തന്നിട്ടുണ്ട്, 10 meter ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഓഫ്സെറ്റ്സ് തന്നിരിക്കുന്നു. കമ്പ്യൂട്ട് ദ ഏരിയ ബൈ സിംപ്സൺസ് റൂൾ. അപ്പൊ നമുക്ക് സിംപ്സൺസ് റൂൾ തന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഓർഡിനേറ്റ്സ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓർഡിനേറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്താണ്? n ആണ്. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് അപ്പോൾ n+1 ആണ്. അപ്പൊ ഇത് 1 2 3 3 ഡിവിഷൻസേ ഉള്ളൂ. പക്ഷെ ഓർഡിനേറ്റ് എത്രയാണ്? 1 2 3 4. അപ്പൊ 4 ഓർഡിനേറ്റ്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മുടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സിനെ കൗണ്ട് ചെയ്യാം. 1 2 3 1 2 3 4 5 6 7 8. അപ്പൊ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഇവിടെ 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 7th ഓർഡിനേറ്റ് വരെ നമുക്ക് സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 എണ്ണത്തിന് ട്രപ്പീസോയിഡൽ റൂള് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് h0 h1 h2 h3 h4 h5 h6 h7. അപ്പൊ ഇവിടെ h0 to h6 വരെ h0 to h6 വരെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിംപ്സൺസ് റൂൾ ആണ്. ആൻഡ് h6 to h7 h6നും h7നും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രപ്പീസോയിഡൽ റൂളാണ്. ട്രപ്പീസോയിഡൽ റൂളാണ്. അപ്പൊ ഫസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു, അപ്പൊ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് d/3 into h0 plus h6 plus 4 into h1 plus h3 plus h5 plus 2 into h2 plus h4 plus ഇതെന്താണ്? ഇത് സിംപ്സൺസ് റൂളാണ്. ഇനി ട്രപ്പീസോയിഡൽ റൂളാണ്. അപ്പൊ ട്രപ്പീസോയിഡൽ റൂൾ വരുമ്പോൾ d/2 into h6 plus h7. കാരണം ഇവിടെ 2 ഇതാവാനായിട്ട് വേറെ വാല്യൂസ് ഇല്ല. ഒരു തേർഡ് വാല്യൂ കൂടി, ഒരു h9 വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ h6 പ്ലസ് ഇപ്പം ഒരു h8 കൂടി ഉണ്ടെങ്കിൽ h6 പ്ലസ് h8 പ്ലസ് 2 into h7 എന്ന് വന്നേനെ. ഇവിടെ 2 എണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് 2 എണ്ണം ആഡ് ചെയ്ത് വരുന്നില്ല. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഡ് ഓർഡിനേറ്റ് ഉള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തു? സിംപ്സൺസ് റൂൾ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ട്രപ്പീസോയിഡൽ റൂള് യൂസ് ചെയ്തു. അപ്പോൾ എന്തായാലും സിംപ്സൺസ് റൂളും ട്രപ്പീസോയിഡൽ റൂളിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം എന്തായാലും വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.